എൻ്റെ പേര് ആർഷ പ്രദീപ്. ഞാൻ കേന്ദ്ര വിദ്യാലയ നമ്പർ 1 കാലിക്കറ്റിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുരുത്തോല തത്തമ്മ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു കത്തിയും കത്രി, പിന്നെ ഒരു കുരുത്തോല, പിന്നെ ഒരു പീസും. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറുക്കൽ ഇങ്ങനെ എടുക്കണം. കുരുത്തോലയിൽ നിന്ന് ഇറുക്കൽ വൃത്തിയാക്കണം. പിന്നെ നമുക്ക് എവിടം വരെ വാല് വേണം അവിടം വരെ നമ്മൾ ഇതാക്കണം, മുറിച്ചെടുക്കണം. അതിനുശേഷം ഈ ഇറുക്കൽ നല്ലോണം ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കണം, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം. പിന്നെ അതിനുകൊണ്ട് നമ്മൾ ഒരു വള ഉണ്ടാക്കണം. വള തീർന്നു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങനെ ആക്കണം. അത് നമുക്കിത് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതെടുക്കുക. ഈ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനമായ സ്റ്റെപ്പ്. ഇത് നമ്മൾ ഫുള്ള് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതെടുത്തിട്ട് ഇതിങ്ങനെ മടക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് താഴത്തോട്ട് കൊണ്ടുപോകണം. പിന്നെ നല്ലോണം ടൈറ്റും ചെയ്യണം. ഇങ്ങനെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സൈഡിലോട്ട് പോകണം, അല്ലെങ്കിൽ അത് തെറ്റി. അപ്പോൾ അങ്ങനെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അടുത്ത സൈഡിൽ നല്ലോണം ടൈറ്റ് ആവണമെന്നും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകേണ്ട കുറച്ച് ഇതാണ്. ആദ്യം തന്നെ നമ്മളിതിങ്ങനെ ചരിച്ചു വെക്കും, ഈ ലൈനിൽ ഇതാക്കി വെക്കും. അതിനുശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മളിതിനെ ഫോൾഡ് ചെയ്യും. അതിനുശേഷം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. നന്നായി. അത് തന്നെ അപ്പുറത്തെ സൈഡിൽ ചെയ്യാം. അങ്ങനെ 2-3 എണ്ണം ചെയ്യുമ്പോൾ തന്നെ ഭംഗിയാവും. അപ്പുറത്തെ സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ഒരെണ്ണം കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലോട്ട് റിപ്പീറ്റിങ് ചെയ്ത് പോകണം. അങ്ങനെ ചെയ്ത് നമ്മൾ 2 ചെയ്ത് കഴിയുമ്പോൾ അവസാനം കുറേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് തല പിടിപ്പിക്കണം. ആദ്യം തല പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുറിച്ച് വെച്ച ഒരു കഷ്ണം എടുക്കണം. എന്നിട്ട് ആ കഷ്ണത്തിനെ നമുക്ക് വേണ്ട ഒരു കുഞ്ഞ് സൈസിലോട്ട് ഒന്ന് സൈസാക്കിയിട്ട് അതൊന്ന് കുറച്ച് ഷാർപ്പാക്കാം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ കയറ്റുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവാം. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഷാർപ്പാക്കത്. ഇനി ഇതിന് നല്ല ഭാഗം പുറകിലോട്ട് വെച്ചിട്ട് ഒരു കുഞ്ഞ് ലൂപ്പ് ഉണ്ടാക്കണം. തലടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പോൾ കറക്റ്റ് സൈസിൽ രണ്ടിതും കറക്റ്റായിരിക്കണം എന്നും കൂടി ഇതാക്കണം, ഈ 2 ഹാൻഡ്സും. ഇനി അതിനെ നമ്മൾ കയറ്റുമ്പോൾ ഒരു സൈഡിൽ നല്ല കഷ്ടപ്പാടായിരിക്കും കയറ്റാൻ, ഒരു സൈഡിൽ നല്ല ഈസിയും ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടഫായ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിനിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ഓരോന്നിനെയും കയറ്റേണ്ടത്. കയറ്റിയതിന് ശേഷം ഇതിനെ വലിക്കുക. ടൈറ്റ് ആക്കലൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. ആദ്യം ഇത് കയറ്റി വെച്ചാൽ മതി. അങ്ങനെ 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈവിടാം. ഇനി ഇതിനെ ടൈറ്റ് ആക്കാം നമുക്ക്. കുറച്ച് പുറത്താടിയിട്ടുണ്ട്, അത് ഞാൻ വെട്ടിക്കളയാണ്.
അതിനുശേഷം നമുക്ക് കാലൊന്ന് റെഡിയാക്കാം. ലെവലിൽ മുറിക്കാം, ചെയ്യാം. ഇനി ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നൂലും കെട്ടാം. ഇനി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തൽ. ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇതും വരും, ഈ സൈഡും. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടാവും നമ്മളെ തത്തേനെ കാണാൻ. താഴ് ഭാഗത്ത് കൂടി നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഞാൻ ഇതുപോലെ ഹാങ് ചെയ്യാം.